ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വീട് 10 സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ കൃത്യം ടൗണിൻ്റെ സെൻറ്ററായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ്. അതേപോലെ തന്നെ നല്ല ന്യൂ മോഡലിൽ ഫാഷൻ ലൈറ്റുകളൊക്കെ ധാരാളം കൊടുത്ത് LED ലൈറ്റുകളൊക്കെ കൊടുത്ത്, അതുപോലെ തന്നെ ബെഡ്റൂമിലാണെങ്കിലും കിച്ചണ് വർക്ക് ഏരിയയിലൊക്കെ LED ലൈറ്റ് അതുപോലെ തന്നെ ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി ഇട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി ഒരു വീട്. നമുക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാറിയാൽ നമുക്ക് ടൗണിൻ്റെ സെൻറ്ററിൽ എത്താൻ സാധിക്കും. ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് പള്ളി, സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്ക് 1 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നടന്നു പോകാനുള്ള ദൂരത്തിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായി മുനിസിപ്പാലിറ്റിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായിട്ടുള്ളൊരു വീട്, നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ചാനൽ നെയിം 24 പ്രോപ്പർട്ടി. ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്കിതുപോലെയുള്ള നല്ല നല്ല വീടുകൾ, പുതിയ വീടുകൾ, അതുപോലെ തന്നെ മീഡിയം ബഡ്ജറ്റിൽ, ലോ ബഡ്ജറ്റിലൊക്കെ വരുന്ന വീടുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ വീടിൻ്റെ മുറ്റവും പരിസരമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. 10 സെൻറ്റ് സ്ഥലത്തിലാണ്. നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. മുറ്റമൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കാർ പാർക്കിങ്ങിനാണെങ്കിലും. അതുപോലെ തന്നെ ഈ സൈഡിൽ കണ്ടോ, ഇവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനാണെങ്കിലും സ്ഥലമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബാക്ക് സൈഡൊക്കെ ആണെങ്കിലും വീടിൻ്റെ ഒരു ഹാഫ് ഏരിയ മൊത്തം റൂഫ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സുരക്ഷിതമായിട്ട് നല്ല ഒരു മനോഹരമാക്കി പണി തീർത്തിട്ടിരിക്കുന്ന വീടാണ്. നമ്മൾ ഇൻസൈഡ് വീഡിയോയിൽ നമുക്ക് കാണാം. ധാരാളം ലൈറ്റുകളൊക്കെ ഈ പുറത്താണെങ്കിലും കാർ പോർച്ചിലെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ അകത്താണെങ്കിലും നമുക്ക് കാണാം ബെഡ്റൂമിലെല്ലാം നല്ല ഫാഷൻ ലൈറ്റുകൾ, ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കി പണി തീർത്തിട്ടിരിക്കുന്ന വീടാണ്. നമ്മൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് സിറ്റ് ഔട്ടൊക്കെ കണ്ടോ, നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നല്ല വെറൈറ്റി ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലാണെങ്കിൽ ധാരാളം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് വീഡിയോ കണ്ടോ, ഡൈനിങ് ഹാളിലാണെങ്കിലും ലിവിങ് ഹാളിലാണെങ്കിലൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇഷ്ടംപോലെ ലൈറ്റുകൾ, ഫാഷൻ ലൈറ്റുകൾ, ഇൻറ്റീരിയർ വർക്ക്, അതുപോലെ തന്നെ നല്ല മനോഹരമാണ്. നമ്മുടെ ലിവിങ് ഹാള്, ഡൈനിങ് ഹാള്, ബെഡ്റൂം, അതുപോലെ തന്നെ ലിവിങ് ഹാള്, ഡൈനിങ് ഹാളാണെങ്കിൽ പാർട്ടീഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീടിൻ്റെ ലൊക്കേഷൻ നോക്കാം. പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ വരുന്ന, മുനിസിപ്പാലിറ്റീൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു പുതിയ വീടാണ് കേട്ടോ. നമുക്ക് പാലാ ടൗണിൻ്റെ സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മാറിയാൽ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും. കത്തീഡ്രൽ അടുത്തായിട്ടാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കത്തീഡ്രൽ നമുക്ക് നടന്നു പോകാനുള്ള ദൂരത്തിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 10 സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ഒരു 1800 സ്ക്വയർ ഫീറ്റോട് കൂടി സ്ഥിതി ചെയ്യുന്ന വീടാണ് കേട്ടോ. നമുക്ക് ഈ വീടിന് ഓപ്പണായിട്ടുള്ളൊരു കിച്ചണ് വർക്ക് ഏരിയ ഒക്കെ നമുക്ക് കാണാം. നമ്മൾ ആദ്യമേ തന്നെ വീടിൻ്റെ 3 ബെഡ്റൂംസ് കാണിക്കുന്നുണ്ട്, കിച്ചണ് വർക്ക് ഏരിയ കാണിക്കുന്നുണ്ട്. കിച്ചണ് വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ കാണാം. അപ്പോൾ എല്ലാ പണികളും കംപ്ലീറ്റായി തീർത്തിട്ടിരിക്കുന്ന ഒരു നല്ലൊരു വീടാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ട് ബെഡ്റൂംസ് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. ബെഡ്റൂംസിലെല്ലാം കുഞ്ഞു കുഞ്ഞ് ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂംസാണ്. എല്ലാ ബെഡ്റൂംസിലും നമുക്ക് കാണാം സെയിം വലിപ്പമാണ്. അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾ പാലാ ടൗണിനടുത്ത് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ പാലാ ടൗണിൻ്റെ സെൻറ്ററായിട്ട് നല്ലൊരു വീട് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് നോക്കാം. ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും 75 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. വിലയിൽ മാറ്റം വരുത്തും കേട്ടോ. നല്ലൊരു പുതിയ വീട് വേണം മുനിസിപ്പാലിറ്റിക്കുള്ളിൽ, നല്ല സൗകര്യത്തിൽ നടന്നു പോകാനൊക്കെയുള്ള ദൂരത്തിൽ, ടൗണിലോട്ടൊക്കെ നടന്നു പോകാനുള്ള ദൂരത്തിൽ നല്ലൊരു അടിപൊളി വീട് വേണം, പുതിയ വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീട് നോക്കാവുന്നതാണ്. കാരണം നമ്മൾ പറഞ്ഞു, സൗകര്യങ്ങൾ പറഞ്ഞു. നമുക്കൊരു 1 കിലോമീറ്റർ മാറിയാൽ നമുക്ക് പാലാ ടൗൺ സെൻറ്ററിൽ നമുക്ക് എത്താൻ സാധിക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്താൻ സാധിക്കും. അതുപോലെ തന്നെ കത്തീഡ്രൽ പള്ളിയുണ്ട്. അതുപോലെ തന്നെ കോളേജ്, സെൻറ്റ് തോമസ് കോളേജ്, ചേർപ്പങ്കൽ ചർച്ച് എല്ലാം നമുക്ക് തൊട്ടടുത്തായിട്ട് എല്ലാം വരുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ. പാലാ ടൗൺ അടുത്താണ്, വെള്ളം കയറും എന്നുള്ളൊരു അങ്ങനെയൊരു പ്രശ്നമൊന്നുമില്ല. ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നല്ല ഹൈറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മാറിയാണ് കേട്ടോ മീനച്ചിൽ ആറൊക്കെ പോകുന്നത്. അതുകൊണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളില്ല. ഒരിക്കലും വെള്ളം കയറുകയില്ല, വെള്ളപ്പൊക്ക ഭീഷണിയില്ല. ഈ വീടിൻ്റെ ജലസൗകര്യം, ജലലഭ്യത എന്ന് പറയുന്നത് നമുക്ക് കുഴൽക്കിണറാണ് കേട്ടോ വരുന്നത്. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ കണക്ഷൻ വെള്ളം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കിണറോട് കൂടിയ വീടൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെ കിണറിന് സ്ഥാനമുണ്ടെന്ന് ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കിണറൊക്കെ കുത്താവുന്നതാണ് കേട്ടോ. നമ്മളപ്പോൾ നമ്മുടെ വീടിൻ്റെ 3 ബെഡ്റൂംസ് കണ്ടു, അറ്റാച്ച്ഡ് ബാത്റൂം കണ്ടു. നമ്മൾ പുറത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ, വീടിൻ്റെ ബാക്ക് സൈഡ്, അതുപോലെ തന്നെ റൂഫ് ഏരിയ ഒക്കെ. സ്റ്റെയർ പുറത്തുനിന്നാണ് കൊടുത്തിരിക്കുന്നത്, റൂഫ് ഏരിയ ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ കിച്ചണ് വർക്ക് ഏരിയയിലെ സൗകര്യങ്ങളൊക്കെ ഒന്ന് ഇനി കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല വലുപ്പമുള്ള ഓപ്പണായിട്ടുള്ള കിച്ചണ് വർക്ക് ഏരിയയാണ്. കിച്ചണ് വർക്ക് ഏരിയയിലൊക്കെ കണ്ട ധാരാളം ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഭംഗിയാണ്. നല്ല വലുപ്പമുള്ള കിച്ചണ് വർക്ക് ഏരിയയാണ്. തടിയും കൊണ്ടൊക്കെയുള്ള ഈ വീടിൻ്റെ വർക്കുകളൊക്കെ തേക്ക് പ്ലാവും കൊണ്ടുള്ള വർക്കുകളാണ് കേട്ടോ, തടിയും കൊണ്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ള കിച്ചണ് വർക്ക് ഏരിയ, ഗ്രാനൈറ്റും കൊണ്ടൊക്കെ മുകളൊക്കെ ഗ്രാനൈറ്റും കൊണ്ട് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മളപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയുകയാണ് കേട്ടോ. പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മാറി നടന്നു പോകാനുള്ള ദൂരത്തിൽ 10 സെൻറ്റ് സ്ഥലത്തിൽ 1800 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന മനോഹരമായിട്ടുള്ളൊരു പുതിയ വീട്. ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില 75 ലക്ഷം രൂപയാണ് കേട്ടോ. വിലയിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണ്ടവർക്ക് നമ്മൾ ഫുൾ എമൗണ്ട് ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് സാലറി സ്ലിപ്പ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. വേറെ ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് തന്നെ ലോൺ ചെയ്ത് നൽകാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാറിയാൽ നമുക്ക് കത്തീഡ്രൽ പള്ളി അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പാലാ ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയാൽ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തൊരു ശാന്തമായിട്ടുള്ള എന്നാൽ ഹൈ റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീടാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ വരുന്ന വീടായതുകൊണ്ട് തന്നെ 10 സെൻറ്റ് സ്ഥലവുമുണ്ട്. 1800 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ഈ വീടിന് 75 ലക്ഷം രൂപ എന്ന് പറയുന്നത് വിലയിൽ മാറ്റം വരുത്തുന്ന വിലയും കൂടിയാണ്. ന്യായമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിലയാണ് കേട്ടോ ഉടമസ്ഥൻ പറയുന്നത്. പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളപ്പോൾ ഇവിടെ ഈ വീട് കാണാൻ വരുമ്പോൾ ഇപ്പം നമ്മൾ കണ്ട ഒരു രീതിക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം പറയാമോ എന്ന് ചോദിച്ചാൽ 2 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. ഒന്ന്, മുനിസിപ്പാലിറ്റി റോഡാണെന്ന് പറഞ്ഞു. മുനിസിപ്പാലിറ്റി റോഡിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 50 മീറ്റർ കോമൺ ആയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ ആദ്യമേ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഈ വീടിനും താഴത്തെ വീടിനും കൂടി കോമൺ ആയിട്ടുള്ളൊരു വഴിയാണ് ഏകദേശം ഒരു 50 മീറ്റർ വരുന്നത്. നമുക്ക് ആധാരത്തിൽ അവകാശമുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമല്ല. എന്തെങ്കിലും നെഗറ്റീവ് പറയാവോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നൊരു കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമുക്ക് ഈ വീടിന് കിണറില്ല. നമുക്ക് താല്പര്യമുള്ളവർക്ക് കിണർ വേണമെങ്കിൽ ഫ്രണ്ട് സൈഡിൽ കുത്താൻ സ്ഥാനമുണ്ടെന്ന് ഉടമസ്ഥൻ പറഞ്ഞു. നിലവിൽ ഈ വീടിന് കുഴൽക്കിണറാണ് കേട്ടോ വരുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ റൂഫ് ഏരിയ കാണിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ഒരു നെഗറ്റീവ് കാര്യമുണ്ട്. അതായത് നമ്മുടെ ഈ വീടിന് മുനിസിപ്പാലിറ്റി റോഡാണെന്ന് പറഞ്ഞു. അപ്പോൾ വീതി എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഊഹിക്കാമല്ലോ, ഒരു മുനിസിപ്പാലിറ്റി റോഡ് ഒരു ഷോർട്ട് കട്ട് വഴി എന്നുള്ള രീതിയിൽ നമുക്കൊരു കാറ് ബൈക്ക് പോകുന്ന രീതിയിലായിരിക്കും കേട്ടോ ഈ വഴി വരുന്നത്. നമുക്ക് മുനിസിപ്പാലിറ്റി റോഡ് വരുന്നത് 2 കാറ് ഒരുമിച്ച് പോകുക എന്നുള്ള രീതിയിലുള്ള വഴിയല്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കുഴപ്പമില്ല എന്നുള്ളവർക്ക് നമുക്ക് ഈ വീട് വന്ന് നോക്കാം കേട്ടോ. നല്ലൊരു വീടാണ്, നല്ല അടിപൊളി വീട്, നല്ല രീതിയിൽ പണി തീർത്തിട്ടിരിക്കുന്ന ഒരു അടിപൊളി വീടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ കണ്ട് ഹാഫ് റൂഫ് ഏരിയ ഒക്കെ ചെയ്തിട്ടുണ്ട്. 10 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമൊക്കെ ഫ്രണ്ട് സൈഡിൽ കാണാം. ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് വലിയ അയൽവക്ക ശല്യങ്ങളൊന്നുമില്ല. ഒരു തോട്ടമാണ് വരുന്നത്. സൈഡിലാണെങ്കിലും അങ്ങനെയാണ്. ഒരു വീടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വലിയ തൊട്ടടുത്ത് വലിയ വീടുകളോ അല്ലെങ്കിൽ അങ്ങനെ നെയ്ബേഴ്സ് എന്ന് പറയാനായിട്ട് വലിയ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കെന്നാൽ നല്ല VIP ഏരിയയാണ്. മുനിസിപ്പാലിറ്റിക്കുള്ളിൽ വരുന്നതായത് നല്ല VIP ഏരിയയാണ്. സ്ഥലത്തിനൊക്കെ നല്ല ഡിമാൻഡ്, നല്ല വിലയുള്ള ഒരു ഏരിയയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പാലാ ടൗൺ അടുത്ത് നിങ്ങൾ നല്ലൊരു വീട് നോക്കുന്നവർക്ക് ഈ വീട് നോക്കാം. 10 സെൻറ്റ് സ്ഥലത്തിൽ 1800 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ഈ മനോഹരമായിട്ടുള്ളൊരു വീട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ലോൺ സൗകര്യം വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകുന്നതാണ്. നിങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മളെല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നുണ്ട്. നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുഴപ്പമില്ലാത്തവർക്ക് വന്ന് നോക്കാം. ഈ കാണുന്ന വഴിയാണ് കേട്ടോ. നമ്മളിപ്പോൾ കാണിച്ചല്ലോ ആ വഴി ഒരു 50 മീറ്റർ കോമൺ ആയിട്ട് വരുന്ന ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. നല്ലൊരു പുതിയ വീട്, നല്ലൊരു ശാന്തമായിട്ടുള്ള ഏരിയയിൽ ഒതുങ്ങിയിരിക്കുന്ന നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീട് നോക്കാം. വെള്ളത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരിക്കലും പറ്റിയില്ലാത്ത കുഴൽക്കിണറാണ് പറഞ്ഞിട്ടുണ്ട്. കുഴൽക്കിണർ വെള്ളം കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ കണക്ഷനുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുമല്ലോ.